അയോധ്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആഴത്തിൽ പതിഞ്ഞ നിരവധി പേരുകളുണ്ട്. അതിൽ 2 മലയാളികളുടെ പേരുകൾ വളരെ പ്രധാനമാണ്. അതിൽ ഒരാളെ നാമെല്ലാം അറിയും. പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ശ്രീ കെ മുഹമ്മദ്. ഇർഫാൻ ഹബീബ് എന്ന ചെങ്കൊടി ചട്ടുകത്തിന്റെ പച്ച നുണകളെ തെളിവ് സഹിതം പൊളിച്ചെഴുതിയ മിടുക്കൻ. മറ്റേയാൾ അതും ഒരു കെ ആണ്. കണ്ടംകളത്തിൽ കരുണാകരൻ നായർ എന്ന കെ നായർ. നെഹ്റുവിനെ വിറപ്പിച്ച നായർ സാബ്. ഭാരതം ഒരു റിപ്പബ്ലിക്കായി മാറുന്നതിന് മുൻപ് രാമജന്മഭൂമിയിൽ ഹിന്ദുക്കളുടെ ആരാധനയ്ക്കുള്ള മൗലികാവകാശം പുനഃസ്ഥാപിക്കുന്നതിൽ അവിസ്മരണീയമായ പങ്കുവഹിച്ച ധീരനായ ICS ഓഫീസർ. 1950കളുടെ തുടക്കത്തിൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ തീർത്തും പക്ഷപാതപരമായ ഉത്തരവിനെ അനുസരിക്കാൻ സൗകര്യമില്ലെന്ന് തുറന്നടിച്ച് അയോധ്യാനിവാസികളുടെ മുഴുവൻ ഹീറോ ആയി മാറിയ ചങ്കൂറ്റക്കാരൻ. നെഹ്റുവിന്റെ മർക്കടമുഷ്ടിക്ക് വഴങ്ങാനില്ലെന്ന് പ്രഖ്യാപിച്ച് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്കിറങ്ങി വടക്കേ ഇന്ത്യയിൽ നിന്ന് ലോക്സഭയിലെത്തിയ മലയാളി. അതാണ് കെ നായർ. 1907 സെപ്റ്റംബർ 11 ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ ജനിച്ച അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും 21ാം വയസ്സിൽ ICS നേടുകയും ചെയ്തു. 1945 സിവിൽ സർവീസിൽ ചേർന്ന അദ്ദേഹം 1949 ജൂൺ 1 ഫൈസാബാദിലെ ഡെപ്യൂട്ടി കമ്മീഷണർ കം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി. ആയിടെ അയോധ്യയിൽ പ്രശ്നം രൂക്ഷമായി. വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിൽ നിന്ന് കത്ത് ലഭിച്ച നായർ ശരിയായ അന്വേഷണം നടത്തി ഗ്രൗണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സഹായിയായ ഗുരുദത്ത് സിംഗിനെ ചുമതലപ്പെടുത്തി. 1949 ഒക്ടോബർ 10 നായർക്ക് അയച്ച റിപ്പോർട്ടിൽ ഗുരുദത്ത് സിംഗ് അവിടെ ഒരു വലിയ രാമക്ഷേത്രം നിർമ്മിക്കാൻ ശുപാർശ ചെയ്തു. അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ സംഭവ സ്ഥലത്ത് പോയി സൈറ്റ് പരിശോധിക്കുകയും അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. പള്ളിയും ക്ഷേത്രവും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവരുടെ ആചാരങ്ങളും മതപരമായ ചടങ്ങുകളും പാലിച്ചു പോരുന്നു. നിലവിലുള്ള ചെറിയ ക്ഷേത്രത്തിന് പകരം മാന്യവും വിശാലവുമായ ഒരു ക്ഷേത്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദു പൊതുസമൂഹം ഈ അപേക്ഷ നൽകിയത്. ഭഗവാൻ രാംചന്ദ്രജി ജനിച്ച സ്ഥലത്ത് ഒരു നല്ല ക്ഷേത്രം സ്ഥാപിക്കാൻ ഹിന്ദു ജനസംഖ്യയ്ക്ക് വളരെ താൽപ്പര്യമുള്ളതിനാൽ അനുമതി നൽകാം. ക്ഷേത്രം സ്ഥാപിക്കേണ്ട ഭൂമി സർക്കാർ ഭൂമിയാണ്, സിംഗ് നായർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 1949 ഡിസംബർ 22 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്ത് രാംലല്ലയുടെ ക്ഷേത്രത്തിൽ നിന്ന് ഹിന്ദുക്കളെ പുറത്താക്കാൻ ഉത്തരവിട്ടു. എന്നാൽ അവിടെ പൂജ നടത്തുന്നത് യഥാർത്ഥ ഭക്തരാണെന്നും ഈ നീക്കം കലാപത്തിനും രക്തച്ചൊരിച്ചിലിനും ഇടയാക്കുമെന്നും ചൂണ്ടിക്കാട്ടി ഫൈസാബാദ് ജില്ലാ കലക്ടറായിരുന്ന കെ നായർ ആ ഉത്തരവ് നടപ്പാക്കാൻ വിസമ്മതിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു അത്തരമൊരു സംഭവം. അതോടെ നെഹ്റുവിന്റെ പ്രതിച്ഛായ വെറും നീർക്കുമിളയായി. അതേ തുടർന്ന് ഗോവിന്ദ് വല്ലഭ് പന്ത് നായരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ നായർ കോൺഗ്രസ് സർക്കാരിനെതിരെ കോടതിയിൽ പോരാടി അനുകൂല ഉത്തരവ് നേടി. അപ്പോഴേക്കും നെഹ്റുവിന്റെ കണ്ണിലെ കരടായി മാറിയ നായർ ഉദ്യോഗത്തിൽ തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. സർവീസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. എന്നും നീതിക്കൊപ്പം മാത്രം നിലകൊണ്ട നായർ ഹിന്ദുക്കൾക്കെതിരായ നെഹ്റുവിന്റെ ഔറംഗസീബ് വിധിയെ പരസ്യമായി തന്നെ വെല്ലുവിളിച്ചു. ആ പോരാട്ടത്തിലൂടെ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. ആളുകൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നായർ സാഹിബ് എന്ന് വിളിച്ചു. രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയ കെ നായരും കുടുംബവും പിന്നീട് ജനസംഘത്തിൽ ചേർന്നു. 1952 ഭാര്യ ശകുന്തള നായർ ജനസംഘം ടിക്കറ്റിൽ മത്സരിച്ച് ഉത്തർപ്രദേശ് നിയമസഭയിൽ അംഗമായി. പിന്നീട് 1962 കെ നായരും ഭാര്യയും യഥാക്രമം ബഹ്റൈച്ച്, കൈസർഗഞ്ച് മണ്ഡലങ്ങളിൽ വിജയിച്ച് 4ാം ലോക്സഭയിൽ അംഗങ്ങളായി. അവരുടെ ഡ്രൈവർ ഫൈസാബാദ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് UP നിയമസഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചതിന് ദമ്പതികളെ പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു. 1977 സെപ്റ്റംബർ 7 മരിക്കുന്നതുവരെ ശ്രീ നായർ ജനസംഘം പ്രവർത്തകനായി തുടർന്നു. അക്കാലത്ത് ഉത്തർപ്രദേശിൽ അദ്ദേഹം ഏറെ ആദരണീയനായിരുന്നെങ്കിലും
ജന്മദേശമായ കേരളത്തിൽ അദ്ദേഹത്തിന് അർഹമായ യാതൊരു അംഗീകാരവും ലഭിച്ചില്ല. വർഷങ്ങൾക്കിപ്പുറം കെ നായരുടെ സ്മരണാർത്ഥം ഒരു കൂട്ടം ദേശീയവാദികൾ അദ്ദേഹത്തിന്റെ ജന്മഗ്രാമത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് സംഭാവന ചെയ്ത ഭൂമിയിൽ കെ നായർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു സ്മാരകം നിർമ്മിച്ചതാണ് കേരളം അദ്ദേഹത്തിന് നൽകിയ ഏക അംഗീകാരം. അയോധ്യ പ്രശ്നം സംവാദങ്ങളിൽ ഉയർന്നപ്പോഴെല്ലാം തന്നെ ഈ മലയാളിയുടെ പേരും അതോടൊപ്പം ഉയർന്നിരുന്നു. എന്നാൽ കെ നായരുടെ പേര് അയോധ്യ പ്രസ്ഥാനത്തോടൊപ്പം വന്നതിൽ മലയാളിയുടെ തല കുനിയണം എന്നാണ് ചിലരുടെ കൈക്കോടാലികളായ ചില പുത്തൻകൂറ്റ് സംവാദകരുടെ അഭിപ്രായം. സ്വന്തം പൈതൃകത്തിൽ അഭിമാനിക്കുന്നവരുടെ തല കുനിയേണ്ട കാര്യമില്ല. മിർബാക്കി എന്നും ബാബറി എന്നും അറിയപ്പെട്ടിരുന്ന തർക്കമന്ദിരം ഉണ്ടാകും മുൻപ്, ബാബർ എന്ന വൈദേശികനായ അക്രമി ഭാരതത്തിൽ എത്തും മുൻപ്, തിമൂർ പിച്ചവയ്ക്കാൻ പഠിക്കും മുൻപ്, മംഗോളിയയിൽ നിന്ന് വന്ന ചെങ്കിസ് ഖാൻ പേർഷ്യ കീഴടക്കും മുൻപ്, അറബികൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ്, റോമക്കാർക്കും ഫിലിസ്തീർക്കും ഇസ്രായേലികൾക്കും മുൻപ് അയോധ്യയുണ്ടായിരുന്നു. അവിടെ രാമൻ ഭരിച്ചിരുന്നു. രാമന് ക്ഷേത്രവുമുണ്ടായിരുന്നു. ഇടക്കാലത്ത് തകർന്നു പോയ പൂർവ്വപ്രതാപങ്ങളുടെ മടങ്ങിവരവ് മംഗളകരമായ ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത്. 5 നൂറ്റാണ്ടുകാലത്തെ വനവാസത്തിന് ശേഷം മംഗളസൂചകമായി രാംലല്ല തന്റെ ഭവനത്തിൽ തിരിച്ചെത്തുന്ന മകരത്തിൽ അയോധ്യയിൽ ജയ് ശ്രീരാം മന്ത്രധ്വനി മുഴങ്ങുമ്പോൾ അവിടെ ഭക്ത ഹനുമാനും മറ്റനേകം ഭക്തർക്കുമൊപ്പം കെ നായർ എന്ന മലയാളിയുടെ പ്രാർത്ഥനയുമുണ്ടാവും.